മത്സരം എന്ന് കേൾക്കുമ്പോഴേ തല കറങ്ങി തുടങ്ങി. എന്തായാലും മരുന്നൊന്ന് കഴിച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ മത്സരം തുടങ്ങാൻ പോകുന്നത് ചാക്കേട്ടിരിക്കുന്ന മത്സരത്തിലൂടെയാണ്. ഇതാ ഭീമാർ ബേബി സിംഗിന്റെ ടീമിൽ നിന്ന് വരികയാണ് 6 അടി പൊക്കമുള്ള കിക്കു മല്ലൻ. സോർദാരെ, കർഷകരുടെ ശക്തി എന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്ക. അങ്ങനെ കണ്ടില്ലേ ചേട്ടാ, അവനെന്തോ കീശയെന്നെടുത്ത് കഴിച്ചു. ഇവിടെ എല്ലാവർക്കും അത് അറിയാവുന്നതാ. ഇവരെല്ലാവരെയും കബളിപ്പിക്കുകയല്ലേ. ഈ മത്സരത്തിലെ വിജയികളാണ് ബേബി സിംഗിന്റെ സ്വന്തം ടീം. ഈ മത്സരത്തിന്റെ വിജയി ആരാണെന്നോ? ഭീമാർ സിംഗിന്റെ ടീമിലുള്ള ഹണി. ഇപ്പൊ 2 ടീമും ആവേശത്തിലാണ്. അടുത്ത മത്സരം കൊണ്ട് ഇതിനൊരു തീരുമാനമാകും. അതാണ് കാളവണ്ടി ഓട്ട മത്സരം. ഇനി അടുത്ത പെർഫോമൻസ് ആണ് ദ ജോൾ സ്റ്റാർ റോക്ക്. സ്പിൻ ബോൾ എറിഞ്ഞ് വേഗം ഔട്ടാക്ക. പാട്ടൊന്ന് പാടാം, കൂട്ടത്തിലാടാം, മൈക്കിന്റെ മുമ്പിൽ ഹണിബണി പോപ്പാട് സോർദാർ. സിത്താർ അല്ലെങ്കിൽ ഗിത്താർ, മ്യൂസിക് അല്ലേ ജീവൻ. ഓർത്ത് വയ്ക്കും നിങ്ങൾ, ബാൻഡാ ഞങ്ങളുടെ ജോൾ സ്റ്റാർ. വളരെ മനോഹരമായി പാടി അടിച്ചു പൊളിച്ചു. കൂടാതെ ഇവരുടെ പുതിയ ഇൻസ്ട്രുമെന്റ്സ് നോക്കൂ. ഇവര് കൈകൊണ്ടുണ്ടാക്കിയതാണിത്. ഇവരെയാണ് ശരിക്കും റോക്ക് സ്റ്റാർ എന്ന് വിളിക്കേണ്ടത്. ജഡ്ജസ് പറയൂ ഇവരുടെ സ്കോർ. ഓഹോ, ഫോക്സി ടെയിൽസിന് കിട്ടിയത് 8 പോയിന്റ്സ് ആണ്. ഹണിയുടെ ബാൻഡിന് ജോൾ സ്റ്റാറിന് കിട്ടിയിരിക്കുന്നത് വെറും 7 പോയിന്റ് ആണ്. അതാ ജഡ്ജിന്റെ ഫൈനൽ ഡിസിഷൻ വന്നിരിക്കുകയാണ്. അടിപൊളി അടിപൊളി. ഇങ്ങനെ ഒരു സസ്പെൻസ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ജഡ്ജ് ഇതാ ശരിക്കുമുള്ള ടാലന്റ് ആയ ഹണിയുടെ ബാൻഡിനാണ് കൊടുത്തിരിക്കുന്നത്. 7+13 അതായത് 20 പോയിന്റ്.
കഴിച്ചോ എന്റെ പിങ്കു മിങ്കു. എന്തു പറ്റി? ഞാൻ വിളിച്ച പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ ശരി, ഞാൻ പേര് മാറ്റി തരാം. പിങ്കുവിന്റെ മിങ്കുവിന്റെ സ്ഥാനത്ത് മിങ്കുന്നും പിങ്കുന്നും ഇട്ടോക്കാം. ആഹാ, എന്തായാലും കൊള്ളാം. വളരെ നന്ദിയുണ്ട് ബീമാർ സിംഗ്. നിങ്ങളുടെ വീട് ഇവിടെ അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ച കാണാൻ പറ്റില്ലായിരുന്നു. സംശയമുണ്ടോ? ഇതിനൊക്കെ ഇത്ര നന്ദി പറയാൻ എന്തിരിക്കുന്നു? നല്ല കൂട്ടുകാരാണെങ്കിൽ നന്ദിയുടെയും മാപ്പിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഓ, നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ പോയി മരുന്ന് കഴിച്ചിട്ട് വരാം. നിങ്ങളുടെ വാച്ച് ഒന്ന് കാണിച്ചേ. ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു മരുന്ന് സമയത്തിന് കഴിക്കണമെന്ന്. ഓൺ ടൈം. അവരെപ്പോഴും പറയാറുള്ളത് ഞാനൊരു മടിയനാണെന്നാ. ഇനിയിപ്പോ കോൺസെപ്റ്റിൽ നിന്നും വരാതെ ചുമ്മാ വീട്ടിൽ മടി പിടിച്ചിരിക്കുക. അതൊന്നും കുഴപ്പമില്ല. ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ അമേസിംഗ് ആയിട്ടുള്ള റോക്ക് സ്റ്റാർസിന്റെ ഷോ കണ്ടു അല്ലേ? അതെ, ഇവരുടെ പാട്ട് കേട്ട് ആമ പോലും അതിന്റെ തോടിന്ന് പുറത്തിറങ്ങി ഇതേ ബാങ്ക് കളിക്കാൻ തുടങ്ങി. ഇതാ കണ്ടില്ലേ? സത്യത്തിൽ ഞാനൊരു റോക്ക് സ്റ്റാർ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എന്റെ എൻട്രി നല്ല നീളമുള്ള കാറിലായിരുന്നേനെ. എന്റെ ഓരോ സാധനങ്ങളും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായനെ. ഇന്റർവ്യൂവിന്റെ മുകളിൽ ഇന്റർവ്യൂ, പത്രത്തിൽ എന്റെ ഫോട്ടോ. കിറ്റി, ഇതുപോലെ ഞാനും ആകും ഒരു റോക്ക് സ്റ്റാർ. ഹണി, അത് നോക്ക്, അടുത്ത ആഴ്ച കോൺസെർട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. കിറ്റി, എന്റെ ബാൻഡില് സോർദറും ബണിയും പിന്നെ പോപ്പട്ടും ഉണ്ടാവും. വാവ്, അതൊരു അടിപൊളി ഐഡിയ. നമുക്ക് വേഗം പോയി ഫോം ഫിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കോൺസെർട്ട് കോമ്പറ്റീഷന് വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ്. പക്ഷെ അവരിതിന് സമ്മതിച്ചില്ലെങ്കിലോ? അതാണ് കാര്യം. ഞങ്ങളെ ബാൻഡിൽ ചേർക്കെന്ന് പറഞ്ഞ അവരെ എന്റെ പുറകെ നടന്ന് അപേക്ഷിക്കും. ഞാൻ അപേക്ഷിക്കാണ്, നിങ്ങൾ 3 എന്റെ ബാൻഡിൽ ചേരണം. അവിടെയും ഇവിടെയും പിന്നെ ദാ ഇവിടെയും. നീയൊക്കെ ഞങ്ങളോട് മത്സരിക്കുവല്ലേ? നശിപ്പിക്കും ഇൻസ്ട്രുമെന്റ്, ഇനി ബാൻഡ് ഉണ്ടാവില്ല. ഇന്ന് നമ്മുടെ ബാൻഡ് തകർക്കും. അത് കേട്ട് ഓഡിയൻസ് കൈയടിക്കും. ഓഡിയൻസ് കൈയടി തുടങ്ങി കഴിഞ്ഞാ പിന്നെ ആർക്കും പാട്ട് കേൾക്കാൻ പറ്റില്ല. ഹണി, നീ എപ്പോഴും ഹണിയായിട്ട് തന്നെ നിൽക്കും. നമ്മള് പോയതിന് പുറകെ ഇവിടെ ഭൂകമ്പം വന്നെന്നാ തോന്നുന്നത്. ഭൂകമ്പമല്ല വലിയളിയാ, ഇവിടെ ആരോ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടെന്നല്ല, വന്നു. അയ്യോ, ഇവന്മാര് നമ്മുടെ കോമ്പറ്റീറ്റർ അല്ലേ? സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നതിന് പകരം സ്റ്റേജിന്റെ ബാക്കി പെർഫോം ചെയ്യായിരുന്നു. സംശയമുണ്ടോ? സുഭാഷ് സുഭാഷ്, ഇപ്പൊ നിങ്ങളുടെ തബല തവളെ പോലെ ആയിരിക്കുകയാണ്. ഇപ്പൊ ഗിത്താറും വെറും അത്ര പോലെ ആയി. നിങ്ങളുടെ ഓടക്കോയിൽ ഇപ്പം വെറും കുഴാല് പോലെ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ. അതിനിപ്പോ എന്താ? നിനക്കെന്താ ഇപ്പോഴൊന്നും മനസ്സിലാവാത്തത്? ഇനി ഇവന്മാർക്ക് നമുക്കെതിരെ മത്സരിക്കാനാവില്ല. ഏത് കൈ കൊണ്ടാണോ ഇവന്മാർ ഇൻസ്ട്രുമെന്റ് വായിക്കായിരുന്നത്, ഇനി ആ കൈ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കൈയടിച്ചാ മതി. അയ്യോ, ഇവന്മാര് നമ്മുടെ കോമ്പറ്റീറ്റർ അല്ലേ? സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നതിന് പകരം സ്റ്റേജിന്റെ ബാക്കി പെർഫോം ചെയ്യായിരുന്നു. സംശയമുണ്ടോ? സുഭാഷ് സുഭാഷ്, ഇപ്പൊ നിങ്ങളുടെ തബല തവളെ പോലെ ആയിരിക്കുകയാണ്. ഇപ്പൊ ഗിത്താറും വെറും അത്ര പോലെ ആയി. നിങ്ങളുടെ ഓടക്കോയിൽ ഇപ്പം വെറും കുഴാല് പോലെ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ. അതിനിപ്പോ എന്താ? നിനക്കെന്താ ഇപ്പോഴൊന്നും മനസ്സിലാവാത്തത്? ഇനി ഇവന്മാർക്ക് നമുക്കെതിരെ മത്സരിക്കാനാവില്ല. ഏത് കൈ കൊണ്ടാണോ ഇവന്മാർ ഇൻസ്ട്രുമെന്റ് വായിക്കായിരുന്നത്, ഇനി ആ കൈ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കൈയടിച്ചാ മതി. ഇത് വളരെ വലിയൊരു വൈഡ് ബോളാണ്, അതായത് തെറ്റായ കാര്യം. ഇപ്പോൾ അവന്മാർക്കെതിരെ ഒരു ഫാസ്റ്റ് ബോൾ എറിയാനാണ് എനിക്ക് തോന്നുന്നത്. ഹെഡിൽ കൊണ്ടു കഴിഞ്ഞാൽ സ്പിന്നായി പോകും. നിൽക്ക് കൂട്ടുകാരൻ, നിൽക്ക്. ഇല്ല കൊച്ചളിയ, ഞാൻ ഇവന്മാർ രണ്ടുപേരും വെറുതെ വിടാൻ പോകുന്നില്ല. വലിയളിയ, അവന്മാരുടെ വഴക്കുണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഈ കോമ്പറ്റീഷനിൽ ജയിക്കുന്നതാണ്. പക്ഷേ ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാതെ നമുക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല ബണ്ണി. ശരിയാ പറഞ്ഞത്. പക്ഷെ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ ഇതിൽ ജയിക്കാനും ആവില്ല. സംശയമുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഐഡിയ ആലോചിക്കണം. ഈ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ. ശശിഗുരുവിന് ഓർമ്മയുണ്ടോ ബാറ്റ് കൊണ്ട് ബോൾ കൊണ്ട് ഞങ്ങളെ മ്യൂസിക് ഇടാൻ പഠിപ്പിച്ചത്? അതെ. അയ്യോ, തെറ്റിദ്ധരിച്ചേക്കില്ല. അപ്പൊ നമുക്ക് ഇവിടെയുള്ള സാധനങ്ങൾ വെച്ച് മ്യൂസിക് വായിക്കാൻ പറ്റും.
ഹണി കുറച്ച് വെള്ളം കുടിക്കേ, നിന്റെ ദാഹവും തീരും, അതോടെ ശ്രുതിയും നന്നാകും. ഇയാള് കള്ളത്തരം കാണിക്കുന്നത് നിർത്തുന്നില്ലെന്നാ തോന്നേ. ഈ മത്സരത്തിൽ ഞാൻ തന്നെ ഹണി കുറച്ച് വെള്ളം കുടിക്കേ, നിന്റെ ദാഹവും തീരും, അതോടെ ശ്രുതിയും നന്നാകും. അടിച്ചു പൊളിച്ചു തിമിർത്തു, കലക്കി ഗുരുജി കലക്കി. ഇനിയിപ്പോ ബണ്ണിക്ക് വേണ്ടി ഒരു ഗിറ്റാർ മാത്രം ഉണ്ടാക്കിയാ മതി. അല്ലേ, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. കൂട്ടുകാരെ, ഇത് നമ്മുടെ മ്യൂസിക് ഗുരുവാണ്, കൊടുമൺ ശശി. ഞാൻ ഇതിനു മുമ്പ് അമ്പയർ ആയിരുന്നു, അതുകൊണ്ട് എപ്പോഴും ഔട്ട് എന്ന് പറയുമായിരുന്നു. ആരോ ഒരാൾ എന്നോട് ചോദിച്ചു മ്യൂസിക് ഗുരു ആരാകുമെന്ന്. എന്റെ കൈ മുകളിലായത് കൊണ്ട് ഞാൻ പിന്നെ മ്യൂസിക് ഗുരുവായി മാറിയ. എന്നെ തെറ്റിദ്ധരിച്ചേക്കല്ലേ. പറയൂ. സാരി ഫോർ അയ്യോ 6 നിങ്ങൾ 99 റൺസ് എടുക്കുന്നത് പോലെ ആയിരിക്കും ഞാൻ നിങ്ങളെ മ്യൂസിക് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ കോൺസെർട്ട് 2020 ആയി മാറും. നിങ്ങളുടെ ഷോ ഹിറ്റ് വിക്കറ്റ് ആയി മാറും. വരൂ, ഞാൻ നിങ്ങളെ ഇൻസ്ട്രുമെന്റ് പഠിപ്പിക്കാം. ഇൻട്രസ്റ്റിംഗ്. താങ്കൾ ഞങ്ങളെ ഗിറ്റാർ വായിക്കാനും പഠിപ്പിക്കണം. അതാണോ? അത് വളരെ ഈസി ആണല്ലോ. ഗിറ്റാർ ദാ ഇങ്ങനെ പിടിക്കേ, എന്നിട്ട് ദാ ഇങ്ങനെ ഒരു ഷോട്ട് അടിക്കേ. അയ്യോ, നന്ന നല്ല നന്ന നിന്നി നന്ന ലല്ല ലല്ല ലില്ലി ലല്ല. മ്യൂസിക് ഇഷ്ടം ലല്ല ലല്ല. ബാക്കിയെല്ലാം എനിക്ക് പുല്ല പുല്ല. അമ്പയർ വിളിക്കും 6ഉം 4ഉം. റൺഔട്ട് ആയാൽ ഹുല്ല ഹുല്ല. പിന്നെ മാച്ചിൽ ബല്ല ബല്ല. മ്യൂസിക് എനിക്ക് ഇഷ്ടം വല്ല. ബാക്കി എല്ലാം ചല്ല ചല്ല. മൈക്കിൽ ഇനി പാട്ടും പാടാം. പാടി ഞാൻ കൂട്ടും ജില്ല. ഈ ലൈഫ് നോ ചാൻസ്. പാട്ടിൽ ഞാൻ റോക്ക് സ്റ്റാർ. മ്യൂസിക്കിൽ 4 ഇതാണ് ഞങ്ങളുടെ ജോൾ സ്റ്റാർ. മ്യൂസിക് എനിക്ക് ഇഷ്ടം വല്ല. ബാക്കി എല്ലാം ചല്ല ചല്ല. മൈക്കിൽ ഇനി പാട്ടും പാടാം. പാടി ഞാൻ കൂട്ടും.
അടിച്ചു പൊളിച്ചു തിമിർത്തു കലക്കി ഗുരുജി കലക്കി. ഇനിയിപ്പോ ബണ്ണിക്ക് വേണ്ടി ഒരു ഗിറ്റാർ മാത്രം ഉണ്ടാക്കിയാ മതി. ഇന്നത്തെ ഈ കോൺസെർട്ട് കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സംഗീതം സ്വരസാന്ദ്രമായി, സല്ലാപം മൃദുവാക്കിലായി, പാടാം ഞാൻ പാട്ടുകൾ കളകളമൊരുകുമരരുവിയിലകളിൽ. കൊള്ളാം കൊള്ളാം, നന്നായി പാടി. വരൂ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഫോക്സി ടൈൽസിന്റെ സ്കോർ 8 പോയിന്റ്. വളരെ നല്ല സ്കോറാണ്. ഇനി അടുത്ത പെർഫോമൻസ് ആണ് ദ ജോൾ സ്റ്റാർ റോക്ക്. സ്പിൻ ബോൾ എറിഞ്ഞ് വേഗം ഔട്ടാക്ക. ടൻ ടടാങ്. പാട്ടൊന്ന് ഹണി അത് നോക്ക്, അടുത്ത ആഴ്ച കോൺസെർട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. കിറ്റി, എന്റെ ബാൻഡില് സോർദറും ബണിയും പിന്നെ പോപ്പട്ടും ഉണ്ടാവും. വാവ്, അതൊരു അടിപൊളി ഐഡിയ. നമുക്ക് വേഗം പോയി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കോൺസെർട്ട് കോമ്പറ്റീഷന് വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ്. പക്ഷെ അവരിതിന് സമ്മതിച്ചില്ലെങ്കിലോ? അതാണ് കാര്യം. ഞങ്ങളെ ബാൻഡിൽ ചേർക്കെന്ന് പറഞ്ഞ അവരെ തന്നെ എന്റെ പുറകെ നടന്ന് അപേക്ഷിക്കും. ഞാൻ അപേക്ഷിക്കാണ്, നിങ്ങൾ 3 എന്റെ ബാൻഡിൽ ചേരണം. അവിടെയും ഇവിടെയും പിന്നെ ദാ ഇവിടെയും. നിങ്ങളുടെ 3 ഞാൻ കൈകൂപ്പി വെവ്വേറെ അപേക്ഷിക്കാണ്. അതൊരു നല്ല ഐഡിയ. ഞങ്ങൾ കോൺസെപ്റ്റ് കോമ്പറ്റീഷനിൽ ഉറപ്പായിട്ടും പങ്കെടുക്കും. എനിക്കൊരു മ്യൂസിക് മാസ്റ്ററിനെ അറിയാം. നമുക്ക് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ പോയിട്ട് റോക്ക് സ്റ്റാർ ആകാനുള്ള ട്രെയിനിങ് എടുക്കാം. ഞാൻ ഫോൺ വിളിച്ച് അപ്പോയിന്റ്മെന്റ് വാങ്ങാം. വേഗം വിളിക്കേ. അതെ, ഞാൻ വിളിക്കുകയാണ്. വേഗം വിളിക്കേ. വിളിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? അവരെടുത്തോ? നീ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ട് ആ കോൾ കണക്ട് ആവില്ല. കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കും. ഞാൻ നമ്മുടെ ബാൻഡിനെ പറ്റി നല്ലൊരു പേര് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളാണ് ദ ജോൾ സ്റ്റാർ. നിങ്ങൾ 99 റൺസ് എടുക്കുന്നത് പോലെ ആയിരിക്കും ഞാൻ നിങ്ങളെ മ്യൂസിക് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ കോൺസെർട്ട് 2020 ആയി മാറും. നിങ്ങളുടെ ഷോ ഹിറ്റ് വീക്കറ്റ് ആയി മാറും. വരൂ, ഞാൻ നിങ്ങളെ ഇൻസ്ട്രുമെന്റ് പഠിപ്പിക്കാം. ഇൻട്രസ്റ്റിംഗ്. താങ്കൾ ഞങ്ങളെ ഗിറ്റാർ വായിക്കാനും പഠിപ്പിക്കണം. അതാണോ? അത് വളരെ ഈസി ആണല്ലോ. ഗിറ്റാർ ദാ ഇങ്ങനെ പിടിക്കേ, എന്നിട്ട് ദാ ഇങ്ങനെ ഒരു ഷോട്ട് അടിക്കേ. അയ്യോ, നന്ന 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 നിന്നി നന്ന ലല്ല ലല്ല ലില്ലി ലല്ല. മ്യൂസിക് ഇഷ്ടം ലല്ല ലല്ല. ബാക്കിയെല്ലാം എനിക്ക് പുല്ല പുല്ല. അമ്പയർ വിളിക്കും 6ഉം 4ഉം. റൺഔട്ട് ആയാൽ ഹുല്ല ഹുല്ല. പിന്നെ മാച്ചിൽ ബല്ല ബല്ല. മ്യൂസിക് എനിക്ക് ഇഷ്ടം വല്ല. ബാക്കി എല്ലാം ചല്ല ചല്ല. മൈക്കിൽ ഇനി പാട്ടും പാടാം. പാടി ഞാൻ കൂട്ടും ജില്ല. ഈ ലൈഫ് നോ ചാൻസ്. പാട്ടിൽ ഞാൻ റോക്ക് സ്റ്റാർ. മ്യൂസിക്കിൽ 4 ഇതാണ് ഞങ്ങളുടെ ജോൾ സ്റ്റാർ. മ്യൂസിക് എനിക്ക് ഇഷ്ടം വല്ല. ബാക്കി എല്ലാം ചല്ല ചല്ല. മൈക്കിൽ ഇനി പാട്ടും പാടാം. പാടി ഞാൻ കൂട്ടും ജില്ല. ഈ ലൈഫ് നോ ചാൻസ്. മ്യൂസിക്കിൽ 4 ഇതാണ് ഞങ്ങളുടെ ജോൾ സ്റ്റാർ.